റംസാൻ നോമ്പിന്റെ വിശുദ്ധിയിൽ മതസൗഹാർദ്ദവും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയും പെരുമയും ആവുകയാണ് തൃശൂർ ചിട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിലെ നോമ്പുകാലത്തെ ആരോഗ്യപ്രദമായ ഔഷധക്കഞ്ഞി വിതരണം. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന കഞ്ഞി വിതരണത്തിനും ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ഓട്ടോ ഡ്രൈവറായ മുടിക്കോട് സ്വദേശി യാറത്ത് വളപ്പിൽ റഫീഖാണ് 46 വർഷമായി നോമ്പു തുറക്കി മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. 14-ാം വയസ്സിൽ പള്ളിയിലെത്തി സഹായിയായി തുടങ്ങിയതാണ് റഫീഖിന്റെ ഈ ഔഷധക്കഞ്ഞി പാചകം. വിവിധ തരം ഔഷധ കൂട്ടുകളടങ്ങിയ മസാലകൾ ചേർത്തുണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ മസാലക്കഞ്ഞിയുടെ ചേരുവകൾ റഫീഖിന് പകർന്നു നൽകിയത് പള്ളിയിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മിസ്ബാഹിയായിരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന അതിവിശിഷ്ട സ്വാദുള്ള മട്ടൻ കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 2 വലിയ ആടുകളെയാണ് കഞ്ഞി തയ്യാറാക്കാനായി എടുക്കുന്നത്. നെയ്ച്ചോർ അരിയാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഉലുവ, ആശാളി, നല്ല ജീരകം, അയമോദകം, മഞ്ഞൾ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത്. റഫീഖ് ഒറ്റയ്ക്കാണ് പാചകം മുഴുവൻ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അസർ നമസ്കാരത്തിന് ശേഷമാണ് കഞ്ഞി നൽകി തുടങ്ങുക. നോമ്പ് തുറയ്ക്കുള്ള കഞ്ഞി കൊടുത്തുവിടാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ മാസം 23-ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബംഗാളിൽ നിന്ന് പാചകക്കാരനെ കൊണ്ടുവന്ന് നോമ്പുതുറ സംഘടിപ്പിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ 40,000 രൂപയോളം കഞ്ഞിക്ക് ചിലവ് വരുമെന്നും വിശ്വാസികൾ തരുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് റംസാൻ കഞ്ഞി വിതരണം മുടങ്ങാതെ തുടർന്നു കൊണ്ടുപോകാനാകുന്നതെന്നും പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ് പറഞ്ഞു. റംസാനിലെ ഈ കഞ്ഞി വളരെ പ്രശസ്തമായൊരു മഴ ഔഷധ കൂട്ടായൊരു കഞ്ഞിയാണിത്. ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് 2 ആടിൻ്റെ ഇറച്ചി ഇട്ടിട്ടാണ് ഇന്നത്തെ മസാല കഞ്ഞി. അതിന് തന്നെ ഏകദേശം 40,000 രൂപയോളം ഇതിന് തന്നെ വരുന്നുണ്ട്. ഈ നാട്ടുകാരായ എല്ലാവരും തന്നിട്ടുള്ള സഹായം കൊണ്ടാണ് ചെയ്യുന്നത്. ജാതി മതം നോക്കാതെ ഇതെല്ലാവർക്കും നിർലോഭമായി ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശൂരിന്റെ പെരുമ പേറുന്ന ഇത്തരം ഒരു കഞ്ഞി മറ്റൊരിടത്തും ലഭിക്കില്ല എന്നതിനാൽ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ നിന്ന് കഞ്ഞി കൊണ്ടുപോകാറുണ്ട്. പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ്, പ്രസിഡന്റ് ഖയാത്ത് ഖാൻ, സിയാദ് മുത്തവല്ലി, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് മസാലക്കഞ്ഞി വിതരണത്തിനും നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് TCV.